ഹലോ ഗൈസ്, അപ്പോൾ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ എത്തിയിട്ടാണെങ്കിലോ ഭയങ്കര തിരക്കിട്ടാ. ഞങ്ങൾക്കാണെങ്കിൽ 42 എങ്ങാണ്ടാണ് കിട്ടിയത്. കുറേ നേരം അവിടെ പോസ്റ്റായിട്ട് ഇരുന്നു കേട്ടോ. സുട്ടൂന് പിന്നെ കളിക്കാൻ പിന്നെ ഇങ്ങനെ കുറേ പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ അവൻ ഹാപ്പി ആയിരുന്നേ. ഇപ്പം മെയിനായിട്ട് ആശുപത്രി വന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കാലൊക്കെ ചൊറിഞ്ഞ് പൊട്ടുന്നുണ്ട് കേട്ടോ അവൻ്റെ. അപ്പം അത് കാണിക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ കുറേ നേരം ആ പിള്ളേരോടൊക്കെ കളിച്ചിരുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു കേട്ടോ ഞങ്ങൾ. ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറത്തോട്ട് പോന്നേ. അപ്പോൾ ഇവനാണെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവനെയും കൊണ്ട് ഇങ്ങനെ ഹോട്ടലിലൊക്കെ ഒറ്റയ്ക്ക് വരുന്നത് കേട്ടോ. അങ്ങനെ ഒരു ബിരിയാണിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. പിന്നെ വലിയ കുഴപ്പമില്ലാതെ അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. വലിയ അലമ്പൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ പോയിട്ടോ. അവിടെ നിന്നാണ് കേട്ടോ സുട്ടൂന് മിക്കപ്പോഴും ഷർട്ടും പാൻറ്റൊക്കെ എടുക്കൽ. അവനക്ക് പറ്റിയ നല്ല ഡ്രസ്സുകളൊക്കെ എനിക്ക് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് തന്നെ കൂടുതലും വാങ്ങാറ് കേട്ടോ. പിന്നെ ഡ്രസ്സൊക്കെ നോക്കി വെച്ച് നോക്കാനായിട്ട് ആൾ നിന്നൊക്കെ തരും കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ കാണിക്കാനൊക്കെ. ഇവനാണെങ്കിൽ കുറേ ടീഷർട്ടൊക്കെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും അവന് ഇഷ്ടപ്പെട്ടില്ല. അവസാനമായിട്ട് പുറത്തുനിന്നുള്ള കടയിൽ നിന്നാണ് കേട്ടോ ഷർട്ടൊക്കെ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ നേരെ ബില്ലടിക്കാൻ പോയി കേട്ടോ. അപ്പോൾ സുട്ടു ഓരോന്ന് പെറുക്കി പെറുക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ ബില്ലടിച്ച് വേഗം